നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ 1766 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1728 പേർ സുഖം പ്രാപിച്ചപ്പോൾ 3 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 2,11,462 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം യുഎഇയിൽ 5,32,710 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 5,12,068 പേർ ഇതിനോടകം രോഗമുക്തരായിട്ടുണ്ട്. 1,607 പേരാണ് യുഎഇയിൽ കോവിഡ് കാരണം ഇതുവരെ മരണപ്പെട്ടത്. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 14 പേർ ഇന്ന് മരിച്ചു. പുതുതായി 1090 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 982 പേർക്ക് രോഗമുക്തിയുണ്ടായി. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം 4,23,406 ആയി. ഇതിൽ 4,06,589 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 7,032 ആയി. 9,785 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. ഇവരിൽ 1,333 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96%, മരണനിരക്ക് 1.7%. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,236 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,81,772 ആയി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.86% കുറഞ്ഞു. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലേർന്ന 11 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1,621 ആയി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.24%. 1,436 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. ഇതോടെ രാജ്യത്ത് ആകെ 2,67,530 കോവിഡ് മുക്തരായി. യുഎഇയിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ മാറ്റുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ അറിയിച്ചു. യുഎഇയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ പേരിലാണ് വ്യാജ പ്രചരണം നടക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന വാർത്താ ഏജൻസി വിശദീകരിച്ചു. വാരാന്ത്യ അവധി ദിനങ്ങൾ ഇപ്പോഴുള്ള വെള്ളി, ശനി ദിവസങ്ങൾക്ക് പകരം ശനി, ഞായർ ദിവസങ്ങളായി മാറ്റുമെന്നാണ് വ്യാജ വാർത്തയിലുള്ളത്. സർക്കാർ ഫെഡറൽ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച 12 മണിക്കൂർ ജോലി ചെയ്യണമെന്നും ഈ വ്യാജ റിപ്പോർട്ടിലുണ്ടായിരുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് യുഎഇ നിയമപ്രകാരം 10 ലക്ഷം ദിർഹം വരെ പിഴയും ജയിൽ ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ്. റമദാൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചതോടെ മക്കയിലെ ഹറം പള്ളിയിൽ കൂടുതൽ വിശ്വാസികൾ എത്തി തുടങ്ങി. വിശ്വാസികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ ഉംറ സുരക്ഷാ വിഭാഗം സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റമദാൻ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചതോടെ മക്കയിലെ ഹറം പള്ളികളിൽ ഉംറ സുരക്ഷാ സേനയുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. ഉംറ തീർത്ഥാടകർക്കും നമസ്കാരത്തിനെത്തുന്നവർക്കും ഇരു ഹറമുകളിലും ഉംറ സുരക്ഷാ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകും. സൗദിയിൽ തൊഴിലിടങ്ങളിൽ ജോലിക്കെത്തുന്ന എല്ലാ ജീവനക്കാർക്കും കോവിഡ് വാക്സിൻ നിർബന്ധമാക്കാനൊരുങ്ങുന്നു. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള എല്ലാ തൊഴിൽ സ്ഥലത്തും ജോലിക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാണെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് പ്രസ്താവന ഇറക്കിയത്. എല്ലാ ജീവനക്കാർക്കും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഇടങ്ങളിലും സുരക്ഷിതവും ആരോഗ്യകരവുമായ രീതിയിൽ തൊഴിൽ ചെയ്യാൻ കഴിയുന്നതിനാണ് തീരുമാനമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 5 മണിക്കൂർ കൊണ്ട് 50,000 പേരിലേക്ക് ഭക്ഷണപ്പൊതികൾ എത്തിച്ച് ദുബായ്. റമദാനോടനുബന്ധിച്ച് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റും നഫ്സി മൊബൈൽ ആപ്പും ചേർന്നാണ് ഭക്ഷണപ്പൊതികൾ എത്തിച്ചത്. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷ. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിലേക്കാണ് ഭക്ഷണം എത്തിച്ചത്. ജബൽ അലി ലേബർ ക്യാമ്പിൽ എത്തിച്ച് അവിടെ നിന്നായിരുന്നു വിതരണം. രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒമാനിലെ വിമാനത്താവളത്തിൽ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തി. ഈ വർഷം ഏപ്രിൽ 5-നോ അതിനു മുമ്പോ വിസ നൽകിയിട്ടുള്ള ഒമാനികൾക്കും താമസക്കാർക്കും മാത്രമായി സുൽത്താനേറ്റിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ഒമാനിലെ വിമാനത്താവളങ്ങളിൽ നടപ്പാക്കും. ഒമാനിൽ പ്രവേശിക്കുന്നതിനുള്ള അഭ്യർത്ഥനയ്ക്ക് മുമ്പുള്ള 14 ദിവസങ്ങളിൽ രാജ്യങ്ങളിലൊന്നിലൂടെ യാത്ര ചെയ്ത യാത്രക്കാർക്ക് പ്രവേശനമില്ല. മാത്രമല്ല, ഈജിപ്ത്, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്കും ഒമാനിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യയിലെ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ സഹായവുമായി 215 മെട്രിക് ടൺ ഓക്സിജൻ കൂടി കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കും. ഇതോടൊപ്പം 1000 ഓക്സിജൻ സിലിണ്ടറുകളും ഇന്ത്യയിലേക്ക് അയക്കുമെന്നും കുവൈറ്റ് അംബാസിഡർ ജാസിം അൽ നജീം അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 40 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനുമായി ഇന്ത്യയിൽ യുദ്ധക്കപ്പലായ INS കൊൽക്കത്ത, ഷുവൈക്ക്
തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്നു. 75 മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജനും 1000 സിലിണ്ടറുകളുമായി അൽ ഷുവൈദ് തുറമുഖത്ത് നിന്ന് മറ്റൊരു വ്യാപാര കപ്പലും ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്നു. ഖത്തർ ധനകാര്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ അറ്റോർണി ജനറൽ ഉത്തരവിട്ടു. ധനകാര്യമന്ത്രി അലി ഷെരീഫ് അൽ ഇമാദിക്കെതിരെയാണ് നടപടി. പൊതുഫണ്ട് ദുരുപയോഗം, അധികാര ദുർവിനിയോഗം എന്നിവയാണ് കുറ്റം. പൊതുമേഖലയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച രേഖകളും റിപ്പോർട്ടുകളും അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം. എന്നാൽ കേസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. 2013 മുതൽ ധനകാര്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്നത് അൽ ഇമാദിയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.